ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം. ഹോംലി കുക്കിൽ നിന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കാണ് കാണിക്കുന്നത്, ഈന്തപ്പഴം പൊരിച്ചത്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ അടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നത് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈന്തപ്പഴം ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 25 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഈന്തപ്പഴം എടുക്കുമ്പോൾ അധികം സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം എടുക്കരുത്, ഒരല്പം മുറുക്കമുള്ള ഈന്തപ്പഴം നോക്കി എടുക്കണം. എന്നുവെച്ചാൽ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ളു സോഫ്റ്റായി മാറും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ കഴുകാൻ പറ്റുന്ന ഈന്തപ്പഴമാണെങ്കിൽ ഒന്ന് കഴുകിയെടുക്കുക, അല്ലാത്തതാണെങ്കിൽ ഒന്ന് തുടച്ചെടുത്താൽ മതി. ചില ഈന്തപ്പഴം കഴുകുമ്പോൾ അതിൻ്റെ പുറത്ത് തൊലി അങ്ങ് മാറിപ്പോവും, അതുകൊണ്ടാണ് അത് കഴുകരുതെന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ സീഡൊന്ന് മാറ്റിയിട്ട് ഇതിനൊരു ഫില്ലിങ് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാഷ്യൂനട്ടാണ്. കാഷ്യൂനട്ട് അല്ലെങ്കിൽ ബദാം എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഓരോ ഈന്തപ്പഴത്തിൻ്റെ വലിപ്പം അനുസരിച്ചുള്ള കാഷ്യൂനട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് യോജിപ്പിച്ച് വയ്ക്കുക. ഞാനിപ്പോൾ ഇതൊരു ബാറ്ററിൽ മുക്കിയാണ് പൊരിക്കുന്നത്, അതിൻ്റെ ഉള്ളിലേക്ക് കയറാത്ത രീതിയിൽ അങ്ങ് നന്നായിട്ട് പ്രസ് ചെയ്ത് യോജിപ്പിച്ച് വയ്ക്കാം. അപ്പോൾ ഇതുപോലെ അങ്ങ് എല്ലാം ചെയ്തെടുക്കാം. പിന്നെ ചെറുതാണെങ്കിൽ ചെറിയ നട്ട്സ് നോക്കി എടുക്കണം, അല്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് യോജിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 25 ഡേറ്റ്സിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന 25 കാഷ്യൂനട്ട് തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഈന്തപ്പഴം ഫ്രൈ ചെയ്യുമ്പോൾ ഈന്തപ്പഴത്തിൻ്റെ മധുരം ഇരട്ടിക്കുകയാണ് ചെയ്യുക, അതുകൊണ്ട് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്നങ്ങ് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് ചേർത്ത് കൊടുത്ത് കട്ട കെട്ടാതെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അഥവാ കട്ട കെട്ടിയ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി, അപ്പോൾ അതങ്ങ് മാറിക്കിട്ടും. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഞാൻ ഇതിന് ഒരുപാട് കട്ടിക്ക് കോട്ടിങ് കൊടുക്കാറില്ല, ഈ ഒരു ചെറിയൊരു കോട്ടിങ്ങാണ് കൊടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈന്തപ്പഴം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ സ്പൂണും കൊണ്ട് എടുത്തിടരുത്. സ്പൂണും കൊണ്ട് എടുത്തിടുമ്പോൾ ഒരു സൈഡ് മാത്രം അല്ലാതെ അങ്ങനെ കട്ടിയായി പോവും. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ടൊന്ന് എടുത്തിട്ട് ഒന്ന് എക്സ്ട്രാ ഉള്ളതൊന്ന് കളയുക, എന്നിട്ട് അതിനൊക്കെ ഇടുവാണെങ്കിൽ എല്ലാം ഒരേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ലോ ഫ്ലെയിമിലേക്കൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇതുപോലെ അധികം തിക്കില്ലാതെ കോട്ടിങ് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നേരം നമ്മൾ തണുത്ത് കഴിഞ്ഞാലും ഇതിന് ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതിന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആവണം, ആ സമയത്താണ് ഇത് എടുക്കേണ്ടത്. ഇപ്പോൾ അങ്ങനെ ആയി വന്നിട്ടുണ്ട്, നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇവിടെ ഈന്തപ്പഴം ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.